ഒരു നല്ലൊരു നമ്മുടെ കേരളത്തിന് പറ്റിയൊരു ബിസിനസ്സിന് പറ്റിയൊരു സംരംഭമായിട്ട് എനിക്ക് തോന്നുന്നൊരു സംഭവം ഇതെന്ന് വെച്ചാൽ നമ്മുടെ പഴമുണ്ടല്ലോ, ഇവർ റോബസ്റ്റ് പഴമാണ് ചെയ്യുന്നത്. ഇവിടെ റോബസ്റ്റും പിന്നെ ഒരു പാളയംകുളം പോലുള്ള പഴമേ ഉള്ളൂ. നമ്മുടെ നേന്ത്രപ്പഴമൊന്നും നമ്മുടെ നാട്ടിലെ പഴമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് പാളയംകുളം പോലുള്ള പഴമാണ്. കണ്ടോ പിക്ചർ കണ്ടോ? നമ്മൾ മൈസൂർ പഴം എന്ന് കണ്ണൂർ ഭാഗത്ത് പറയും, എറണാകുളത്ത് പാളയംകോട് എന്ന് പറയും. മനസ്സിലായി? ആ ഒരു പഴം, ഒരു വഴുവഴുപ്പുള്ള ടൈപ്പ് ഒരു പഴം ഉണ്ടല്ലോ, ആ പഴമാണ്. ആ പഴത്തിനെ ഒരു രണ്ടോ മൂന്നോ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഡ്രൈ ചെയ്തെടുത്ത് പാക്ക് ചെയ്തിട്ട്, അപ്പോൾ എന്ന് പറഞ്ഞാൽ കേടാകാൻ പോകുന്ന പഴമൊക്കെ നല്ല പഴുത്ത് നിൽക്കുകയാണെങ്കിൽ കർഷകർക്കും കച്ചവടക്കാർക്കൊക്കെ ചെയ്യാവുന്ന, വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന നല്ല സംഭവം. ഇത് കുറേ 6 മാസം വരെ കേടുകൂടാതിരിക്കും. എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കടകളിലൊക്കെ വിൽക്കാൻ പറ്റുന്ന സംഭവമാണ്. നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കേട്ടോ. നല്ല പഴുത്ത് നിൽക്കുന്ന നേന്ത്രപ്പഴവും അതുപോലെ പാളയംകുളം പഴവും റോബസ്റ്റ് പഴവും വരെ ഇത് ഇങ്ങനെ ചെയ്യാം. നല്ലൊരു സംരംഭമാണ് ഇത്. ചെറിയ പൈസക്ക് കിട്ടുമല്ലോ ഇങ്ങനെയുള്ള പഴങ്ങൾ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നല്ല വിലയുണ്ട് ഇതിന് ഒരു പഴത്തിന് 2 പഴം ഒരു പാക്കറ്റിലാക്കിയിട്ട് പാളയംകുളം വെക്കുന്നത് 10ഉം 12ഉം ബാത്തിനാണ്. അതായത് 30 രൂപൻ്റെ മുകളിൽ റേറ്റ് വരും 2 പഴത്തിന്. റോബസ്റ്റ് ആകുമ്പോൾ ഒരെണ്ണത്തിന് 20 രൂപ, 25 രൂപ, 30 രൂപ ഒക്കെ വില വരും വലിപ്പം അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിലോ ഇത് പഴുത്ത് നിൽക്കുന്ന പഴങ്ങൾ ചെറിയ പൈസക്ക് 10 രൂപ 20 രൂപ കിലോക്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങി ഇതുപോലെ നല്ല ഡ്രൈ ചെയ്ത് നമുക്ക് വീട്ടിലാവശ്യത്തിനായാലും ഇതുപോലെ ഡ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ, വീട്ടിൽ ഉപയോഗിക്കാം. പുറത്തും വെക്കാം, ഫ്രിഡ്ജിലും വെക്കാം. പുറത്തും വെക്കാൻ പറ്റും എയർ ടൈറ്റായിട്ട്, കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. വില കുറഞ്ഞ് കിട്ടുമ്പോൾ വാങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം. ഇനി ബിസിനസ് ഐഡിയ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നല്ലൊരു സംരംഭം ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്.